നമസ്കാരം. ഞാൻ ഓൾ കേരള മെൻസ് അസോസിയേഷൻ പ്രസിഡന്റ് വട്ടിയൂർക്കാവ് അജിത്കുമാർ. നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ നടക്കുന്നത് ഹണി ട്രാപ്പും ബലാത്സംഗവും വ്യാജ ബലാത്സംഗവും പീഡനങ്ങളുമൊക്കെ ഒത്തിരി നടക്കുന്ന ഒരു സ്ഥലമായിട്ട് കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിന്റെ അങ്ങേയറ്റത്തെ ജില്ലയായ കാസർഗോഡ് ശ്രുതി ചന്ദ്രശേഖർ 35 വയസ്സുള്ള യുവതി നിരവധി പോലീസുകാരെ ഉൾപ്പെടെ ഹണി ട്രാപ്പിൽപ്പെടുത്തി കോടികളാണ് സമ്പാദിച്ചു കൂട്ടിയത് എന്നുള്ളതാണ്. അതിപ്പോ അവൾ ഒരു വനിതാ സെൽ SIക്ക് ഒരു യുവാവിനെതിരെ ഒരു പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ വനിതാ സെൽ SI ആണ് ഇപ്പോൾ അതിനെക്കുറിച്ച് ഒരു സംശയം തോന്നിയതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ അന്വേഷിക്കുകയും ആ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസുകാരുൾപ്പെടെ ഒരുപാട് പേരെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ച് ഈ സ്ത്രീ കാശുകൾ ലക്ഷക്കണക്കിന് രൂപ കൈപ്പറ്റിയിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ മാധ്യമങ്ങളിലെല്ലാം വന്നിരിക്കുന്ന ഒരു ചൂടുള്ളൊരു വാർത്തയായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പൊ സ്ത്രീകൾക്ക് അവരുടെ ശരീരം ഉപയോഗിച്ച് ഏത് രീതിയിൽ വേണമെങ്കിലും പുരുഷന്മാരെ തട്ടിക്കുവാനും വെട്ടിക്കുവാനും അവരെ ചതിക്കുവാനും ആത്മഹത്യയിലേക്ക് നയിക്കുവാനും ഒക്കെയുള്ള സാഹചര്യമാണ് നമ്മുടെ കേരളത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ ഇത് നടന്നിരിക്കുന്നത്. ഇതിലിപ്പോ ഈ കേസിൽ ഇപ്പൊ ഹണി ട്രാപ്പായിട്ട് ഈ ശ്രുതിയുടെ പേരിൽ ഇപ്പോൾ ഈ ഒരു കംപ്ലൈന്റ് വന്നത് തന്നെ പോലീസുകാർ ഇതിൽ പ്രതിയായിട്ട് വന്നതുകൊണ്ടാണ്. ഒട്ടനവധി പോലീസുകാര് പ്രതിയായിട്ട് ജയിലിൽ കിടന്ന് അവർ സസ്പെൻഷനിലാണ്. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പൊ ഇതൊരു പ്ലാൻ ചെയ്ത് ഈ സ്ത്രീയെ കുരുക്കിയതാണ്. കാരണം അല്ല എങ്കിൽ ഇതുപോലുള്ള സ്ത്രീകൾ ഒരുപാട് പേര് ഇവിടെ വിഹരിക്കുന്നുണ്ട് നമ്മുടെ കേരളത്തിൽ. ഇവിടെ നമ്മുടെ നിയമത്തിനോ നിയമപാലകർക്കോ ആർക്കും ഇവരെയൊന്നും ഒരു ചുക്കും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് സത്യം. എന്തുകൊണ്ട് ഈ ശ്രുതിയെ കേസെടുത്തു എന്ന് പറഞ്ഞാൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് പോലീസുകാർ നിരവധി ഇതിൽ പ്രതികളായി. എന്തായാലും ഈ പ്രതികളായി അവരുടെ ജോലി പോകുമെന്ന് കണ്ടപ്പോൾ അവർ എന്തായാലും സസ്പെൻഷനിലാണല്ലോ. ആ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ ആ പോലീസുകാരും കൂടി ഇടപെട്ടാണ് ഈ സ്ത്രീയെ ഇപ്പോൾ കൃത്യമായിട്ടും അവരുടെ ഹണി ട്രാപ്പ് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി അതിന് മുൻപ് ജയിലിൽ കിടന്ന 10-25 ദിവസത്തോളം ഈ സ്ത്രീയുടെ പരാതിയുടെ പേരിൽ ജയിലിൽ കിടന്ന യുവാവിനെ കണ്ടുപിടിച്ച് അയാളെ മുന്നിൽ നിർത്തിയാണ് ഇപ്പോൾ കാര്യങ്ങൾ നടത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള സ്ത്രീകളെ തികച്ചും ഇവരെ പുറത്തു കൊണ്ടുവരണം, തുറുങ്കിൽ അടച്ചിരിക്കണം, പരമാവധി ശിക്ഷ കിട്ടിയിരിക്കണം. കാര്യം ഇവരൊന്നും പുറത്തിറങ്ങി നടന്നു കഴിഞ്ഞാൽ അതിനിയും നമ്മുടെ തലമുറയ്ക്ക് വളരെയധികം ദോഷം ചെയ്യും. ആ ദോഷം ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടിയിട്ട് ഹണി ട്രാപ്പ്, ഈ വ്യാജ പീഡന പരാതികൾ, വ്യാജ പോക്സോ കേസ് ആരോപിക്കുന്ന ഇതുപോലുള്ള സ്ത്രീകളെ കൃത്യമായിട്ടും അന്വേഷിച്ച് കുറ്റം കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ കുറ്റക്കാരായിട്ടുള്ള കേസുകൾ പോലീസുകാർ ഒരു മയപ്പെടുത്തി അവരെ കുറ്റാരോപിത അല്ലെങ്കിൽ അവർക്ക് വേറെ എന്തെങ്കിലും മാനസിക പ്രശ്നമുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവരെ കേസിൽ ഒഴിവാക്കുന്ന ഒരു സാഹചര്യം ഇപ്പൊ കണ്ടുവരികയാണ്. അത് പോലീസുകാർ പാവാടകളാണ് കൂടുതലും ഇതിലുള്ളത്. അപ്പോ ഇതുപോലുള്ള ശക്തരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഇടപെട്ട് കൃത്യമായിട്ട് ഇങ്ങനെയുള്ള വ്യാജ ആരോപണങ്ങളുമായിട്ട് വരുന്ന സ്ത്രീകളെ കണ്ടെത്തി അവരെ തുറുങ്കിൽ അടയ്ക്കുവാൻ വേണ്ടിയിട്ട് ശക്തമായ ഇടപെടലുകൾ ഉണ്ടായിരിക്കണം. ഇവിടെ 35-കാരിയായ ശ്രുതി ചന്ദ്രശേഖർ ആണ് ഒട്ടനവധി പുരുഷന്മാരെയും ഒത്തിരി പോലീസുകാരെയും ഹണി ട്രാപ്പിൽപ്പെടുത്തി ലക്ഷങ്ങൾ തട്ടിയെടുത്തിരിക്കുന്നത്. ഇപ്പോൾ വന്നിരിക്കുന്ന യുവാവിൽ നിന്ന് തന്നെ 5 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്തു. അയാളുടെ അമ്മയുടെ കയ്യിൽ നിന്ന് സ്വർണം തട്ടിയെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് തട്ടിപ്പ് നടത്തിയ, ഇതുമാത്രമല്ല IAS വിദ്യാർത്ഥിനിയാണ് എന്ന് പറഞ്ഞിട്ടാണ് കാശ് തട്ടിയെടുത്തിരിക്കുന്നത്. പിന്നെ രണ്ടാമതെന്ന് പറഞ്ഞാൽ ISRO എഞ്ചിനീയർ ആണ് എന്ന് പറഞ്ഞിട്ടും പലരുടെ നിന്നും കാശ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒത്തിരി സ്ത്രീകൾ ഇന്ന് കേരളത്തിൽ വിഹരിക്കുന്നുണ്ട്. അവരെയൊക്കെ തടയേണ്ട സമയം കഴിഞ്ഞു.